ഗൈസ് നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മളെ റീചാർജ് ചാർജൊക്കെ കൂടിപ്പോൾ. നമ്മളെ ജിയോ ആണ് ആദ്യം തുടക്കമിട്ടത്. അതിന് ജിയോ തുടക്കമിട്ടപ്പോൾ എയർടെൽ തുടങ്ങി, പിന്നെ വി ഐ ആയി, ഇപ്പോൾ എല്ലാവരും ആയിണ്. അവരൊക്കെ എല്ലാവരും 25% ഇപ്പോൾ റീചാർജ് പ്ലാൻ കൂട്ടിയിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാ ബേസിക് പ്ലാൻ ചെയ്യണ ഒരു 239 പ്ലാൻ ചെയ്യണ നമ്മളിപ്പോൾ ഈ 300 രൂപയ്ക്ക് റീചാർജ് ചെയ്യണം ജിയോയിലാണെങ്കിൽ. ജിയോയിൽ എയർടെല്ലൊക്കെ സെയിം റേറ്റ് തന്നെയാണുള്ളത്. എയർടെല്ലിൽ കുറച്ച് കൂടും, ജിയോയിൽ കുറച്ച് കുറവാണ്. അപ്പോൾ ഞാനതൊക്കെ കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതേപോലെ ജിയോയിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ 2 GB പ്ലാനിലാണ് ഇപ്പോൾ അൺലിമിറ്റഡ് 5G കിട്ടുള്ളൂ. അല്ലെങ്കിലൊക്കെ അതൊരു 239 രൂപേൻ്റെ ബേസിക് പ്ലാനിലാണ് ഇത്രയും കാലം ഒരു അൺലിമിറ്റഡ് 5G കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കൂട്ടിയാണ്. എയർടെല്ലും വി ഐ ഒക്കെ അതേ നിരക്ക് തന്നെയാണ് കൂട്ടിയത്. 25% ഹൈക്കാണ് അവരും വരുത്തിയത് റീചാർജിലൊക്കെ. അപ്പോൾ ഇനി എല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക റീചാർജ് ചെയ്യുമ്പോൾ. അപ്പോൾ ഏതൊക്കെയാണ് നല്ല പ്ലാൻ നോക്കിയൊക്കെ ചെയ്യുക. അപ്പോൾ നല്ല റീചാർജ് ആണ് എല്ലാത്തിനും. 300 രൂപേൻ്റെ മുകളിലാണ് 1.5 GB നെറ്റൊക്കെ വേണമെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എല്ലാ പ്രീപെയ്ഡിലും എല്ലാ റീചാർജിലും ഇപ്പോൾ ഡാറ്റ ആഡ് ഓൺ അങ്ങനത്തെ എല്ലാ പ്ലാനുകളൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. 1 GB ഡാറ്റയ്ക്ക് 2 GB ഡാറ്റ എല്ലാത്തിൻ്റെയും പ്രൈസൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഏറ്റവും അഫോർഡബിളായിട്ട് ആരും കൂട്ടാത്ത ഒറ്റ എന്നുള്ളൂ, അത് BSNL മാത്രമാണ്. BSNL എപ്പോഴും പണ്ടത്തെ അതേ റീചാർജാണ് നിലനിൽക്കുന്നത്. ഈ റീചാർജൊക്കെ കൂടിയത് ഇപ്പോൾ അടുത്താണ്, ഇന്നലെ 2 ദിവസമായിട്ടുള്ളൂ. ജൂലൈ 3 മുതലാണ് ജിയോയിൽ കൂടിയത്. ജൂലൈ 4 മുതലാണ് വി ഐയിലും എയർടെല്ലൊക്കെ റീചാർജ് കൂടിയത്. കൂടാത്ത ആകെ BSNL ഉള്ളൂ. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, അപ്പോൾ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്.